കർമ്മലനാഥേ കാവൽ വിളക്കേ കരുണാമയ്യാമമ്മേ, കനിവോടെ നിൻ കരങ്ങൾ നീട്ടി കണ്ണീരൊപ്പും അമ്മേ. കർമ്മലനാഥേ കാവൽ വിളക്കേ കരുണാമയ്യാമമ്മേ, കനിവോടെ നിൻ കരങ്ങൾ നീട്ടി കണ്ണീരൊപ്പും അമ്മേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കർമ്മലനാഥയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കർമ്മലനാഥ എന്ന ഒരു വിശേഷണം ലഭിച്ചത്? നമുക്കറിയാം, ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ നമ്മൾ അവർ ലേഡി ഓഫ് ലൂർദ് എന്ന് വിളിക്കുന്നു. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയെ നമ്മൾ ഫാത്തിമനാഥ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് കർമ്മലനാഥ എന്ന പേര് ലഭിച്ചത്. എപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്? എങ്ങനെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്? ഏത് പ്രത്യേകമായ സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമ്മൾ ധ്യാനിക്കുകയും കർമ്മലനാഥ പ്രതിനിധാനം ചെയ്യുന്ന ആധ്യാത്മികത എന്താണെന്ന് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ വിചിന്തനം ചെയ്യുകയും ചെയ്യും. കർമ്മല മലയുടെ ഒരു പശ്ചാത്തലം, കർമ്മലനാഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മല മലയുടെ പശ്ചാത്തലം നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, 17-ാം അധ്യായം മുതൽ ഏലിയ പ്രവാചകനെ കുറിച്ചുള്ള വിവരണമാണ്. ഏലിയ പ്രവാചകൻ അഹാബ് രാജാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. അഹാബിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് BC 930 വാഗ്ദാന ദേശം, ഇസ്രായേൽ ദേശം, ഇസ്രായേൽ എന്നും യൂദ എന്നും 2 രാജ്യങ്ങളായി, വടക്കൻ പ്രവശ്യ എന്നും തെക്കൻ പ്രവശ്യ എന്നും 2 രാജ്യങ്ങളായി സോളമൻ്റെ കാലത്തിന് ശേഷം വിഭജിക്കപ്പെടുന്നത് BC 930. അതിനുശേഷം 3 രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ആഹാബ് രാജാവായിത്തീരുന്നു. 100 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. അതായത് ഏകദേശം BC 830 ഏലിയ പ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഏലിയ പ്രവാചകൻ രംഗപ്രവേശനം ചെയ്യുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ഒരു റിലീജിയസ് സാഹചര്യം എന്ന് പറയുന്നത് മുഴുത്ത കടുത്ത വിഗ്രഹാരാധനയാണ്. യഹോവയിൽ വിശ്വസിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനത തന്നെയായ 10 ഗോത്രങ്ങൾ, വടക്കൻ രാജ്യമായി വേർപിരിക്കപ്പെട്ട 10 ഗോത്രങ്ങൾ കടുത്ത വിഗ്രഹാരാധനയിലാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയത്തിൽ തങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച യഹോവയെക്കുറിച്ചുള്ള ഓർമ്മകളും യഹോവയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും ആരാധനകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരെ രാജാക്കന്മാരും റാണിമാരും പ്രൊമോട്ട് ചെയ്ത വിഗ്രഹാരാധനയുടെ അടിമത്തത്തിൽ ജനം കഴിയുകയാണ്. ഇങ്ങനെ ജനം കഴിയുന്നൊരു കാലഘട്ടത്തിലാണ് ഏലിയ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ഓർക്കണം, രാജാവും ജനങ്ങളും ബാലിൻ്റെയും അഷേരയുടെയും ഒക്കെ പുരോഹിതന്മാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയത്ത് ഏലിയ എന്ന ഒരു പ്രവാചകൻ, ഏലിയ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവൻ ദൈവത്തിൻ്റെ, യഹോവയുടെ സ്വന്തം എന്നാണ് ഏലിയ എന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ലോകം മുഴുവൻ, ജനം മുഴുവൻ വഴിതെറ്റിപ്പോകുമ്പോഴും ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നപ്പോൾ ഏലിയായുടെ മാതാപിതാക്കൾ ആ മകന് ഞാൻ ദൈവത്തിൻ്റെതാണ്, ഇവൻ യഹോവയുടേതാണ് എന്നൊരു പേര് നൽകി എന്നത് തന്നെ
നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏലിയ പ്രവാചകൻ ധീരതയോടുകൂടെ ആഹാബിൻ്റെ മുൻപിൽ വരുന്നു. ആഹാബിനോട് പറയുന്നു, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ ഈ ദേശത്ത് മഴയോ മഞ്ഞോ ഉണ്ടാവുകയില്ല. ആഹാബും ആഹാബിൻ്റെ ഭാര്യയായ ജസബലും അവരുടെ പുരോഹിതന്മാരുമൊക്കെ ബാലിനെയും അക്ഷേരയെയും പൂജിച്ചു കൊണ്ടിരിക്കുന്നത് ബാൽ മഴയുടെ ദേവനാണെന്ന്. അതായത് ബാലാണ് മഴയെ നിയന്ത്രിക്കുന്നത്, അക്ഷേരയാണ് മഞ്ഞിനെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള വിശ്വാസത്തിലാണ്. അപ്പോഴാണ് ഏലിയ പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ, അതായത് സത്യദൈവമായ യഹോവയുടെ പ്രവാചകനായ ഞാൻ പറഞ്ഞാലല്ലാതെ ഇനി മഴയുണ്ടാവില്ല, മഞ്ഞുണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഏലിയ പ്രവാചകന്റെ ആ വെല്ലുവിളിയുടെ അല്ലെങ്കിൽ ആ ധീരതയുള്ള പ്രവചനത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. അതിനുശേഷം 3.5 വർഷത്തോളം മഴയുമില്ല മഞ്ഞും ഇല്ലാത്തൊരു കാലഘട്ടം. വീണ്ടും 18-ാം അധ്യായത്തിൽ 1 രാജാക്കന്മാർ 18-ാം അധ്യായം തുടങ്ങുന്നത് ഏലിയായോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ ആഹാബിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഈ 3.5 വർഷത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ആഹാബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏലിയ എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടി ആളുകളെ വിടുന്നു. കണ്ടുകിട്ടുന്നില്ല. എവിടെയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവനെ പിടിച്ച് കൊന്നുകളയുന്നതിനുള്ള ദേഷ്യത്തിൽ ആഹാബ് നടക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഏലിയായോട് ദൈവം പറയുന്നത്, നീ ആഹാബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആഹാബിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് മരണമാണ്, തന്നെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ആ ഏലിയ ദൈവം പറഞ്ഞതനുസരിച്ച്, പരിശുദ്ധ അമ്മയുടെ അനുസരണവുമായി ബന്ധപ്പെട്ട് നമുക്കിത് വീണ്ടും എടുത്തു പറയാനുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏലിയ തൻ്റെ മരണം പോലും അവഗണിച്ചുകൊണ്ട് ആഹാബിൻ്റെ മുൻപിൽ വീണ്ടും ചെന്ന് നിൽക്കുകയും ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ചിട്ട് ആഹാബിനെ വെല്ലുവിളിച്ച് പറയുകയാണ്, നീ ജനത്തെ മുഴുവൻ കർമ്മല മലമുകളിൽ ഒരുമിച്ച് കൂട്ടുക. ആഹാബ് രാജാവിന് ഏലിയ പറയുന്നത്, ഏലിയായുടെ കൽപ്പന അനുസരിക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, രാജാവിനോട് കൽപ്പിക്കുന്ന പ്രവാചകന്റെ ധാർമ്മിക ബോധമാണ്. അത് ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന അധികാരമാണ്. ഏലിയ ആഹാബിനോട് പറയുകയാണ്, ഞാനല്ല ജനത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, നീയും നിന്റെ കുടുംബവും വിഗ്രഹാരാധന വഴിയാണ് ഈ ജനത്തെ ക്ലേശം അനുഭവിക്കാൻ ഇടവരുത്തുന്നത്. അത്രയും ശക്തമായ വാക്കുകൾക്ക് മുൻപിൽ ആഹാബിന് ഏലിയായെ അനുസരിക്കേണ്ടി വരുന്നു. ആഹാബ് ജനത്തെയും അക്ഷേരയുടെയും ബാലിൻ്റെയും ഒക്കെ പ്രവാചകന്മാരെ കർമ്മല മലമുകളിൽ ഒരുമിച്ച് കൂട്ടുന്നു. ഏലിയ ബാലിൻ്റെയും അക്ഷേരയുടെയും പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്, ഒരു മത്സരത്തിന് ക്ഷണിക്കുകയാണ്. എന്താണ് മത്സരം? നിങ്ങൾ ബലിയർപ്പിക്കുക, ബാലിന് ബലിയർപ്പിക്കുക. 450 പുരോഹിതന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. നിങ്ങൾ ബാലിന് ബലിയർപ്പിക്കുക, ഞാൻ യഹോവയ്ക്ക് ബലിയർപ്പിക്കും. ആരുടെ ദൈവമാണോ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബലിവസ്തുവിനെ സ്വീകരിക്കുന്നത്, ആ ദൈവമായിരിക്കും സത്യദൈവം. ഇതാണ് മത്സരം. ജനം മുഴുവൻ ഇതിന് സാക്ഷികളാണ്. അങ്ങനെ മത്സരം ആരംഭിക്കുന്നു. ബാലിൻ്റെ പുരോഹിതന്മാർ ആദ്യം ബലിയർപ്പണം നടത്തുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. ഏലിയ അവരെ പരിഹസിക്കുന്നു. ബാൽ ഉറങ്ങുകയായിരിക്കും, ദിനകൃത്യങ്ങൾ അനുഷ്ഠിക്കുകയായിരിക്കും, പുറത്ത് യാത്രയ്ക്ക് പോയിരിക്കുകയായിരിക്കും, ഉച്ചത്തിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു പരിഹാസമുണ്ട്. അത് ദൈവം മനുഷ്യൻ്റെ ഭോഷത്വത്തെ നോക്കി ചിരിച്ചു പരിഹസിച്ചു എന്നുള്ള ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു പ്രതിഫലനമാണ്. ഇനി ഒടുവിൽ നമുക്ക് ആ കഥ അറിയാം. ബാലിൻ്റെ പുരോഹിതന്മാർ തോറ്റു മടങ്ങുമ്പോൾ ഏലിയ പറയുകയാണ്,
ഇനി എൻ്റെ ഊഴമാണ്. ഏലി ആദ്യം ചെയ്യുന്ന പ്രവൃത്തി തകർന്നു കിടന്ന ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ കല്ലുകൾ. പ്രിയപ്പെട്ടവരെ, അതൊരു ചരിത്രപരമായ വസ്തുത കൂടെയാണ്. ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങളുണ്ടായിരുന്ന ഇസ്രായേൽ ജനം ചിന്നിച്ചിതറിക്കപ്പെട്ട് കിടക്കുകയാണ്. 12 കല്ലുകൾ അടക്കി വെക്കുകയാണ്. 12 കല്ലുകൾ, ഓരോ ഗോത്രത്തെയും സൂചിപ്പിക്കുന്ന 12 കല്ലുകൾ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ പ്രതീകമാണ്. വിറക് കുരിശിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ മീതെ ബലിവസ്തു, കാളക്കുട്ടിയെ അറുത്ത് വയ്ക്കുകയാണ്. ബലിയർപ്പണ വസ്തു ക്രിസ്തു തന്നെയാണ്. ആ ബലിവസ്തുവിൻ്റെ മീതെ 12 കുടം ജലമൊഴിക്കുകയാണ്. അത് പുതിയ സ്നാനത്തിൻ്റെ പ്രതീകമാണ്. ജലമൊഴിച്ചതിൻ്റെ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ ബലിവസ്തുവും വിറകും കല്ലുകളും ഉഴവുചാലുകളും ജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. അതായത് ഇനി ഒരു മനുഷ്യൻ്റെ അഗ്നിക്കും ഇത് ദഹിപ്പിക്കാൻ പറ്റുകയില്ല. നാളെ മറ്റൊരാൾ പറയരുത്, നിങ്ങളുടെ തീ ഇറങ്ങിയത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച തീയാണെന്നൊരാളും ദൈവത്തെ സംശയിക്കരുത് എന്നൊരു തീഷ്ണത കൂടെ ഏലിയായിക്കൊണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ 12 ബലിക്കല്ലുകൾ അപ്പോസ്തലന്മാരുടെ പ്രതീകമായിട്ടും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതിൻ്റെ മീതെ അടക്കി വെച്ച കുരിശ്, അതിൻ്റെ മീതെ ക്രിസ്തുവാകുന്ന ബലിവസ്തു, അതിൻ്റെ മീതെ പുതിയ സ്നാനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജലം. പ്രിയപ്പെട്ടവരെ, ഏലിയാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ചിട്ട് പറയാണ്, ദൈവമേ, അങ്ങാണ് ദൈവമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ ബലിവസ്തു സ്വീകരിക്കണമേ. പ്രിയപ്പെട്ടവരെ, വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഇത് അഗ്നി ഇറങ്ങുന്നു. അതൊരു പുതിയ പെന്തക്കോസ്തയുടെ അഗ്നിയാണെന്ന് കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അഗ്നി ഇറങ്ങുന്നു, ബലിവസ്തു സ്വീകരിക്കപ്പെടുന്നു. തീർന്നില്ല, ആ വിറക് മുഴുവൻ കത്തിച്ചാമ്പലാകുന്നു. തീർന്നില്ല, ആ കല്ലുകൾ മുഴുവൻ ചാമ്പലായി മാറുകയാണ്. ആ ജലം മുഴുവൻ, ആ ദേശം മുഴുവൻ വരണ്ട് അഗ്നിയുടെ ആ ചൂട് ഏറ്റ് കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീഷ്ണതയോടുകൂടെയുള്ള ഒരു ബലിയർപ്പണത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങി എന്ന് വേണം പുതിയ നിയമത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. ബലിയർപ്പിച്ച ഏലിയാ പ്രവാചകന്റെ സ്ഥാനത്ത് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണണം. 12 കല്ലുകളുടെ സ്ഥാനത്ത് 12 അപ്പോസ്തലന്മാരെ നമ്മൾ കാണണം. ആ കർമ്മല മലമുകൾ പുതിയ നിയമത്തിലെ സിഹിയോൻ മാളികയാണെന്ന് കൂടെ നമ്മൾ കണ്ടാൽ ഇതൊരു പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ പുത്തൻ അനുഭവമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി ഇറങ്ങും. പരിശുദ്ധ അമ്മയും സ്ലീഹന്മാരും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സിഹിയോൻ മാളികയിലേക്ക് കാഞ്ഞടിച്ച കൊടുങ്കാറ്റ് പോലെ, അവരുടെ ഓരോരുത്തരുടെയും മേൽ വന്നിറങ്ങിയ അഗ്നിനാവ് പോലെ ഇതാ ബലിവസ്തു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ജനം മുഴുവൻ പറഞ്ഞു, യഹോവയാണ് ദൈവം, യഹോവ മാത്രമാണ് ദൈവമെന്ന് ജനം മുഴുവൻ വിളിച്ചു പറയുകയാണ്. അപ്പോൾ കർമ്മല മല ഒന്നാമതായി ദൈവത്തെ പ്രതിയുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ച മലയാണ്. ഏലിയാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ജ്വലിച്ചു. ആ തീഷ്ണത ജനങ്ങളിലേക്ക് കത്തിപ്പടർന്നു. അതിൻ്റെ ഫലമായി 450 ബാലിൻ്റെ പ്രവാചകന്മാരെയും 400 അഷേരയുടെ പ്രവാചകന്മാരെയും അവർ വധിച്ചു. ദൈവത്തെ പ്രതിയുള്ള തീഷ്ണത. കാരണം ഈ തിന്മ ഇനി ഈ നാട്ടിൽ നിലനിൽക്കാൻ പാടില്ല. ഈ തിന്മ ഇവിടെ നിന്നാൽ വീണ്ടും ഈ പിശാചുക്കൾ അല്ലെങ്കിൽ ഈ പിശാചുക്കളുടെ പ്രതിനിധികൾ നമ്മെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് പോലെ, നിങ്ങളുടെ ഇടയിൽ ഇപ്രകാരം ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയം തിരിക്കുന്ന പ്രവാചകന്മാരുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്ന നിയമമാണ് പ്രിയപ്പെട്ടവരെ ഇവരെ വധിക്കുന്നത് വഴി ഏലിയായും ജനങ്ങളും നിർവഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഏലിയ കർമ്മല മലമുകളിലെ ഒന്നാമത്തെ തീഷ്ണത എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തെ പ്രതിയുള്ള, ദൈവ നിയമത്തെ പ്രതിയുള്ള തീഷ്ണതയാണ്. പരിശുദ്ധ അമ്മയുടെ തീഷ്ണത ദൈവസ്നേഹത്തെ കുറിച്ചുള്ളതാണ്, ദൈവ നിയമത്തെ കുറിച്ചുള്ളതാണ്, ദൈവത്തെ അനുസരിക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. അതിലേക്ക് വരാം. അതിലേക്ക് ഏലിയ പ്രവാചകന്റെ രണ്ടാമത്തെ തീഷ്ണത കൂടി പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ 2 തീഷ്ണതകളിലേക്ക് നമുക്ക് തിരികെ എത്താം. ജനം ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ജ്വലിച്ച് ഈ പ്രവാചകന്മാരെയൊക്കെ ഇല്ലാതെയാക്കി. അവർ യഹോവ മാത്രമാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ചു. അവരുടെ ഒരു പ്രതിസന്ധിയെ മാറിയിട്ടുള്ളൂ. അവരുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് വരൾച്ചയാണ്. 3.5 വർഷമായിട്ട് അവർക്ക് വെള്ളമില്ല, മഴയില്ല, മഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് ഏലിയ മലയിറങ്ങി പോകുന്നില്ല. ഏലിയ മലമുകളിൽ തന്നെ മുട്ടുകൾക്കിടയിൽ ശിരസമർത്തി വെച്ചിട്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏലിയായുടെ രണ്ടാമത്തെ തീഷ്ണത എന്ന് പറയുന്നത് ദൈവജനത്തിനു വേണ്ടിയുള്ള തീഷ്ണതയാണ്. ദൈവജനത്തിന് വെള്ളമില്ല, അവർക്ക് വരൾച്ചയാണ്, അവരുടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അവരുടെ കൃഷിയിടങ്ങൾ വരണ്ടുണങ്ങുന്നു, അവരുടെ ആടുമാടുകൾ ചത്തൊടുങ്ങുന്നു, അവർ ഇതാ ഇല്ലാതെയായിത്തീരുന്നു, അവർക്ക് ജീവിക്കണം. ഏലിയ പ്രവാചകൻ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഏലിയ 1-ാം വട്ടം പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ദാസനോട് പറഞ്ഞു, എന്തെങ്കിലും കടലിടുക്കിലേക്ക് പോയി നോക്കുക, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. ദാസൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. 2-ാം വട്ടവും ഏലിയ പ്രാർത്ഥിച്ചു, ദാസനെ പറഞ്ഞു വിട്ടു. ദാസൻ മടങ്ങി വന്നിട്ട് പറയുന്നു, ഒന്നും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 6 വട്ടം. അതിനുശേഷം ഇതാ 7-ാം വട്ടവും ഏലിയ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ സ്ഥിരതയോടുകൂടെയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് ഏലിയായുടെ ജനത്തിന് വേണ്ടിയിട്ടുള്ള പൊള്ളലാണ്, ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹമാണ്, ജനത്തിനു വേണ്ടി ജ്വലിക്കുന്ന തീഷ്ണതയാൽ തൻ്റെ ജനത്തിനു വേണ്ടി ജ്വലിക്കുന്ന ഏലിയായുടെ ഹൃദയം. അങ്ങനെ ഏലിയ പ്രാർത്ഥിച്ചു. 7-ാം വട്ടം മലമുകളിൽ നിന്ന് കടലിടുക്കിലേക്ക് നോക്കിയ ദാസൻ മടങ്ങി വന്നിട്ട് ഏലിയായോട് പറഞ്ഞു, ഒരു ചെറിയ മേഘം പൊന്തി വരുന്നുണ്ട്. മനുഷ്യകരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊന്തി വരുന്നുണ്ട്. ഏലിയ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഏലിയ എഴുന്നേറ്റിട്ട് ആഹാബിനോട് പറഞ്ഞു, നീ രഥം പൂട്ടി പോയിക്കൊള്ളുക, വലിയ മഴ വരാൻ പോകുന്നു. ഏലിയായുടെ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യകരത്തോളമുള്ള ചെറിയ മേഘം, ആ മേഘത്തിലാണ് നമ്മൾ പരിശുദ്ധ കർമ്മലനാഥയുടെ സാന്നിധ്യം കാണുന്നത്. ആ കരമോളമുള്ള കാർമുകിലാണ് പരിശുദ്ധ അമ്മ. കാരണം ഈ കാർമുകിലിൽ നിന്നാണ്, ഈ കാർമേഘത്തിൽ നിന്നാണ് പെരുമഴ പെയ്തിറങ്ങിയത്. വരണ്ടുണങ്ങിക്കിടന്ന ഭൂമിയിലേക്ക് ഈ മഴ പെയ്തിറങ്ങിയപ്പോൾ മരിച്ചു കിടന്ന ഭൂമി ജീവനുള്ള ഭൂമിയായി മാറിയതുപോലെ പരിശുദ്ധ അമ്മയാകുന്ന ആ കാർമേഘത്തിൽ നിന്ന് ഈശോയാകുന്ന രക്ഷയുടെ പെരുമഴ മരിച്ചു കിടന്ന മനുഷ്യകുലത്തിലേക്ക് പെയ്തിറങ്ങുകയും മനുഷ്യന് നിത്യജീവന്റെ നാമ്പുകൾ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് കർമ്മല മലമുകളിലെ അത്ഭുതം. അതാണ് കാർമലിലെ ആധ്യാത്മികത എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ ഈ ഭൂമിയിലേക്ക് രക്ഷയുടെ മഴ കൊണ്ടുവന്നവളാണ്. കർമ്മലിൽ ഉയർന്ന കരമോളമുള്ള കാർമേഘം ആ ജനത്തിന് അവരുടെ പുതുജീവിതത്തിൻ്റെ മഴ കൊണ്ടുവന്നതുപോലെ തന്നെ പരിശുദ്ധ അമ്മ
ക്രിസ്തുവാകുന്ന രക്ഷയുടെ കരുണയുടെ പെരുമഴ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ കാർമേഘത്തെ പരിശുദ്ധ അമ്മയുടെ പഴയ നിയമത്തിലുള്ള ഒരു നിഴലായി നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത്, കർമ്മലമലമുകൾ 2 തരത്തിലുള്ള തീഷ്ണതയുടെ മലയാണ്. ഒന്നാമതായി അത് ദൈവസ്നേഹത്തെ പ്രതി, ദൈവത്തിൻ്റെ നിയമത്തെ പ്രതി ജ്വലിക്കുന്ന ഒരു മലയാണ്. ഏലിയാ പ്രവാചകൻ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഈ ജ്വലനമാണ്. അമ്മ തൻ്റെ ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട്, യഹോവ മാത്രമാണ് ദൈവം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് തന്നെ സമർപ്പിക്കുമ്പോൾ അവൾ പ്രഖ്യാപിക്കുന്നത്, എൻ്റെ ദൈവമേ, നീ മാത്രമാണ് ഉടയവൻ, നീ മാത്രമാണ് യജമാനൻ, നീ മാത്രമാണ് നാഥൻ, ഞാൻ ദാസിയാണ്, ഞാൻ നിന്റെ നിയമത്തെ, നിന്റെ കൽപ്പനകളെ, നിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റാനുള്ളവളാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണ്. അപ്പോൾ കർമ്മല മലമുകളിലെ ആധ്യാത്മികതയുടെ 1-ാം ഘട്ടമെന്ന് പറയുന്നത് ആ 1-ാം കൽപ്പന പോലെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പനയുടെ പൂർത്തീകരണമാണ് അമ്മ. ആ കൽപ്പനയുടെ പൂർത്തീകരണമാണ് കർമ്മല മലമുകളിലെ തീഷ്ണത എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കോണ്ടംപ്ലേറ്റീവ് സീൽ എന്നുകൂടെ വിളിക്കും. പ്രാർത്ഥനയിലുള്ള തീഷ്ണത, നിരന്തരമായ ദൈവ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ദാഹവും ദൈവവുമായി നിരന്തരമായ സമ്പർക്കവും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിത രീതി. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്, ഞാൻ പൂർണ്ണമായും എൻ്റെ കർത്താവിൻ്റെതാണ്, കർത്താവ് എൻ്റേതാണ്, ഞാൻ ഈശോയുടേതാണ്, ഈശോ എൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുന്ന ജീവിത രീതിയാണ് പ്രിയപ്പെട്ടവരെ കർമ്മലിൻ്റെ ആധ്യാത്മികത. അതാണ് കർമ്മലനാഥയുടെ ആത്മീയത എന്ന് പറയുന്നത്. ഇതിൻ്റെ 2-ാം തലം, ഏലിയാ പ്രവാചകൻ മുട്ടുകൾക്കിടയിൽ ശിരസ്സമർത്തി നിരന്തരമായി തീഷ്ണതയോടുകൂടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അതിനെയാണ് അപ്പോസ്തോലിക് സീൽ എന്ന് പറയുന്നത്. സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള തീഷ്ണതയാണത്. യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയണമെന്ന തീഷ്ണതയാണ്. യേശുവിനെ കുറിച്ച് കേൾക്കാത്തവർ ഈശോയെ കേൾക്കണമെന്ന തീഷ്ണതയാണ്. ലോകാതിർത്തികളോളം സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്ന തീഷ്ണതയാണ്. ആരും നശിച്ചു പോകരുത് എന്ന തീഷ്ണതയാണ്. അത് അമ്മ ത്രേസ്യയുടെ തീഷ്ണതയാണ്, അത് കൊച്ചു ത്രേസ്യയുടെ തീഷ്ണതയാണ്. ലോകത്തിൻ്റെ ഏതൊക്കെ ഇടങ്ങളിൽ ഈശോയെ അറിയാതെ ജനം മരിക്കുന്നു, അങ്ങനെ ആത്മാക്കൾ നഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ അമ്മ ത്രേസ്യക്കുണ്ടായിരുന്നത് പോലെയുള്ളൊരു വേദന. പ്രിയപ്പെട്ടവരെ, ഏലിയാ പ്രവാചകന് ജനത്തോട് തോന്നിയ ആ വേദനയാണ് അമ്മ ത്രേസ്യയ്ക്ക് സഭയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ജനത്തിനു വേണ്ടിയുണ്ടായത്. ആ ദാഹത്തോടുകൂടെ തന്നെയാണ് കൊച്ചു ത്രേസ്യ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് കർമ്മലിലെ ആധ്യാത്മികതയാണ്. പരിശുദ്ധ അമ്മയുടെ, കർമ്മലനാഥയുടെ ആത്മീയതയാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഓടുമ്പോഴും, കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി തൻ്റെ മകൻ്റെ ഇടപെടലിന് വേണ്ടി ഓടുമ്പോഴും, കുരിശിൻ്റെ വഴിയിൽ ഈശോയോടുകൂടെ യാത്ര ചെയ്ത് കുരിശിൻ്റെ കീഴെ ഒരു പുതിയ സമൂഹത്തിന്, പുതിയ സഭയ്ക്ക് രൂപം കൊടുക്കുക, ഈശോയുടെ ഹൃദയം പൊട്ടി ഒഴുകുമ്പോൾ അമ്മ താഴെ നിന്ന് സഭയ്ക്ക് രൂപം കൊടുക്കുന്നത് പോലെ, സഭയിലെ ആദ്യത്തെ അംഗമായി മാറുന്നത് പോലെ, എല്ലാവരെയും തൻ്റെ മാതൃഹൃദയത്തിലേക്ക് ചേർക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ആത്മീയതയാണ് അപ്പോസ്തോലിക് സീൽ നമ്മൾ സ്വായത്തമാക്കേണ്ടത്. ഇന്ന് കർമ്മലനാഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ജ്വലിപ്പിക്കേണ്ട ഈ 2 തീഷ്ണതകളുണ്ട്, 2 തീനാളങ്ങളുണ്ട്. അത് ദൈവസ്നേഹത്തിൻ്റെ തീനാളമാണ് 1, 2 പരസ്നേഹത്തിൻ്റെ തീനാളമാണ്.
പരിശുദ്ധ അമ്മ ദൈവസ്നേഹത്തെ പ്രതിയും പരസ്നേഹത്തെ പ്രതിയും തീഷ്ണതയുള്ളവളായിരുന്നതുപോലെ നമ്മൾ ദൈവത്തെ പ്രതിയും സഭയെ പ്രതിയും സർവചരാചരങ്ങളെ പ്രതി പ്രപഞ്ചത്തെ പ്രതിയും തീഷ്ണതയുള്ളവരായിരിക്കണം എന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഈ തിരുനാളിൻ്റെ ഈ ദിവസം പ്രിയപ്പെട്ടവരിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഈശോയുമായി ഐക്യപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയാനും പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിക്കാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കാനും ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള തീഷ്ണത കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജ്വലിക്കാൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എല്ലാ സൃഷ്ടികളോടും വചനം പ്രഘോഷിക്കാൻ, എല്ലാവരെയും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, എല്ലാവരും ഈശോയെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും അവിടുത്തെ വിശ്വസിക്കുന്നവരുമായി തീരുവാൻ പ്രയത്നിക്കാൻ ഞങ്ങൾക്ക് തീഷ്ണത നൽകണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർമ്മലീത്ത ചൈതന്യം സഭ മുഴുവനും നിറയാൻ ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ കർമ്മലനാഥ യുടെ മാതൃകയും അവളുടെ മാധ്യസ്ഥവും ഞങ്ങൾക്ക് എപ്പോഴും ശക്തിയും ബലവുമായിരിക്കാൻ ഇടവരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കും. കർമ്മലാംബികെ ദൈവജനനി കാത്തുകൊള്ളുക ഞങ്ങളെ. കർമ്മലാംബികെ ദൈവജനനി കാത്തുകൊള്ളുക ഞങ്ങളെ. അങ്ങേ മക്കൾ